നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇന്ന് ജയിച്ചാൽ ക്വാളിഫയർ ഉറപ്പിക്കാം RCBക്ക്. LSCക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, ഓൾറെഡി പുറത്തായ ടീമാണ്. പക്ഷേ ജയത്തോടുകൂടി സീസൺ അവസാനിപ്പിക്കാനായിരിക്കും ഋഷഭ് പന്തും സംഘവും ശ്രമിക്കുക. അതുകൊണ്ട് അവരൊരു ഫൈറ്റ് നടത്തുകയും ചെയ്യും. ഇപ്പോൾ RCBയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ടിം ഡേവിഡ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അത് അവർക്കൊരു ബിഗ് മിസ്സാണ്. അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല, പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിവരം വരുന്നു. അപ്പോൾ അദ്ദേഹം കളിക്കുന്നില്ല എങ്കിൽ പിന്നെ ആര് പകരം കളിക്കുമെന്ന ചോദ്യമുണ്ട്. ലിയാം ലിവിങ്സ്റ്റണോ ടിം സീഫേർട്ടോ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോഷ് ഹേസൽവുഡ് മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരെ പ്ലേയിങ് 11ലേക്ക് വന്നേക്കും. ലുങ്കി എൻഗീഡിയെ മാറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ പ്ലേയിങ് 11 ഫിൽ സാൽട്ട്, വിരാട് കോഹ്ലി, മായങ്ക് അഗർവാൾ, രജത് പട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ദെൻ ജിതേഷ് ശർമ്മ, റൊമാരിയോ സഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യാഷ് ദയാൽ. ഇമ്പാക്റ്റ് സബ്ബായിട്ട് അവർ സുയാഷ് ശർമ്മയെ കളിപ്പിച്ചേക്കും. അതേസമയം മറുഭാഗത്ത് ഈഡൻ മർക്രമ മടങ്ങിപ്പോവുകയാണെങ്കിൽ അദ്ദേഹമില്ലാതെ പകരം ഒരു ഓപ്പണറെ കളിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില യുവതാരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നു. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു പ്രോബൽ 12ലേക്ക് പോയാൽ മാത്യു ബ്രീഡ്സ്കെ അല്ലെങ്കിൽ എയ്ഡൻ മർക്രം, ദെൻ മിച്ചൽ മാർഷ്, നിക്കോളാസ് പൂഴൻ, ഋഷഭ് പന്ത്, ആയുഷ് ബദോനി, അബ്ദുൽ സമദ്, ഹിമ്മത് സിംഗ്, ദിഗ്വേഷ് രാത്തി, ആവേശ് ഖാൻ, ആകാശ് ദീപ്, വിലോറൂർക്ക്, ഇമ്പാക്റ്റ് സബ്ബായിട്ട് ആകാശ് സിംഗ്. ഇതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു. RCBക്ക് വിജയിച്ചേ പറ്റൂ. അങ്ങനെ വിജയിച്ചുകൊണ്ട് അവർക്ക് ക്വാളിഫയർ കളിക്കണം. അതിനായിട്ടാണ് അവർ ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.